പ്രിയമുള്ളവരെ, ഈ സംഭവം എപ്പോഴാണ് സംഭവിക്കുന്നത്? റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ തരംതിരിച്ച് മനസ്സിലാക്കി കാര്യകാരണ സഹിതം നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ പാട്ടുപാടിയ ചരിത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അതിലൊരു കൂട്ടര് നമ്മളാണെന്ന് മനസ്സിലായി. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന നമ്മൾ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പാട്ടുപാടും. അതിനുശേഷം 144,000 പേര് പാട്ടുപാടും. അതിനുശേഷം പീഡാകാല രക്തസാക്ഷികൾ പാട്ടുപാടും. അതിനുശേഷം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും അല്പം മുൻപ് സ്വർഗത്തിൽ എത്തിയിരിക്കുന്ന കൂട്ടവും 4 ജീവികളും 24 മൂപ്പന്മാരും അവിടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് പെരുവെള്ളത്തിന്റെ ആ ഇരമ്പൽ പോലെ ദൈവത്തെ സ്തുതിച്ച് പാടുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ദൈവം രാജത്വം ഏറ്റിരിക്കുന്നുവല്ലോ. കാരണം എന്താ? ഈ ഒരു വിളംബരത്തിന് ശേഷമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നോക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. ഇതാ വെള്ളക്കുതിര പുറത്ത് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ റാപ്ചർ കഴിഞ്ഞ് ഏകദേശം 7 വർഷം പീഡാകാലവും കഴിഞ്ഞ് അതിന്റെ ഒടുവിൽ വാഗ്ദത്തം നിവർത്തിക്കുവാൻ, ഈ ലോകത്തിന്റെ രാജ്യത്വം ഏറ്റെടുക്കുവാൻ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് വെളിപ്പാട് 19-ന്റെ 11-ാം വാക്യം. കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ?